ഹാപ്പി ക്രിസ്മസ്. കുക്കർ ഹലോ ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പറയണ. എന്തെല്ലാം നീ കാണിക്കുന്നു? സ്കൂൾ പൂട്ടിയില്ലേ? ഓ, പുതിയ പൂ കാണിച്ചിരുന്നു ചേട്ടാ. പുതിയതാ ഇത്? ആര്? ഓ, ഇവിടെ മാം കൊടുത്തതാണ്. പരിപാടി ഉണ്ട്, അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. അതെല്ലേ, നല്ല രസമുണ്ട് കേട്ടാ. അപ്പൊ രണ്ടാള് റെഡി ആയിട്ടുണ്ട്. സ്കൂൾ പൂട്ടി ഇനി മുതൽ സന്തോഷാ. ഇന്നലെ പറയണേ ഞാനത്. ഇന്നലെ എന്താ നീ പറയണ്ട അല്ലേ? അന്ന് പറയാ. നീ ഒന്ന് മീതുട്ടി പറ. ഓൻ എന്നോട് പറയണ്ട. പറയട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. വേണ്ടേ? മണിക്കൂട്ടം പറയാൻ വിടുന്നില്ല. സ്കൂളില് ക്ലാസ്സില് ഓൻ പഠിക്കലൊന്നും ഉണ്ടാവില്ല. അതൊന്നല്ല, അച്ഛൻ്റെ ചെവി പറയുന്നതാ. പറഞ്ഞു കൊടുക്കല്ലേ? ചുടിയാവേ. ഇന്നലെ മണി സ്കൂൾ പോയിട്ടാ. അതല്ല, അതന്നെ അടുത്ത് വരില്ല. ക്യാമറക്ക് എത്ര അടുത്തായി. ശരിക്കും സത്യം അതന്നെ വേറൊന്നുമില്ല. ഇതേതാ പോട്ടെ, ആ കാര്യം നമുക്ക് വിടാം. അതെല്ലാം പോട്ടെ ഇതാ ഇവിടെ അടിയായിട്ടാ രണ്ടാളും. നമ്മള് പിന്നെ ഇന്നലത്തെ ഞാൻ പറഞ്ഞു, ഇന്നലെ മണിക്കൂട്ടൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. അപ്പൊ മണിക്കൂട്ടൻ എന്നോട് പറഞ്ഞു പറയണ്ടെന്ന് പറഞ്ഞു. മണിക്കൂട്ടൻ ഇന്നലെ സ്കൂളിൽ പോകാത്തതാ ഞാൻ പറയാൻ വേണ്ടി. ഇന്നലെ മടിച്ചിട്ട് മണിക്കൂട്ടൻ പോയില്ലതാ. മണിക്കൂട്ടനൊക്കെ അല്ല അത് പറ. അത് നമുക്ക് ഇല്ല പണിയാവും. റെഡ് ഡ്രസ് അപ്പൊ നമ്മള് പോകുമ്പോ മോൻ പറഞ്ഞു മേതൂട്ടിക്ക് റെഡ് ഉണ്ടായില്ല. അപ്പൊ പോകുമ്പോ നമ്മൾ ഇടുന്നോണ്ട് ഒന്നാന്ന് റെഡ് ഡ്രസ്സ് എല്ലാവർക്കും എടുക്കണ്ടേ മേതു, ഇനിയിപ്പോ ആദ്യം ഡ്രസ്സ് എടുക്കണ്ടേ, അങ്ങനെ ഇങ്ങനെ പല മണിക്കൂട്ടം പറഞ്ഞു എനിക്ക് വേണ്ട, എന്നാലും മേതൂട്ടിക്ക് എടുത്തു കൊടുത്തു. മേതൂട്ടിക്ക് എടുത്തു കൊടുത്തു. മണിക്കൂട്ടം പറഞ്ഞു ഞാൻ പോകുന്നില്ല. അപ്പൊ ഇന്നലെ അവിടെ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവര് ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒന്നും പോയിട്ടില്ല. കുറച്ച് കുറെ ആള് പോയിട്ടില്ല. അപ്പൊ ഒന്നും ബുദ്ധിമുട്ടില്ല. കുറച്ച് പ്രോഗ്രാം മാത്രമേ ആയിരുന്നു. അതുകൊണ്ട് വിഷമപ്പെടാനൊന്നുമില്ല. നമ്മള് പബ്ലിക്കായി പറഞ്ഞത് കൊണ്ട് മണിക്കൂട്ടിന് ചെറിയൊരു സങ്കടം. എന്നാൽ സങ്കടം ഒന്നുമില്ല, ചെറിയൊരു നാലുപേര് ചെറിയൊരു വിഷമം. അത് വേദോട്ടി. അപ്പൊ അതെല്ലാം പോട്ടെ. ഏടിയാ പോകുന്നിപ്പം? പിന്നെ ഇങ്ങനെ ഡ്രസ്സിലിട്ട് നല്ല നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങി നിന്ന് ഏടിയാന്ന് എനിക്ക് അറിയില്ല. ഏടിയാ പോകുന്നില്ലേ? അറിയില്ല. ഏടിയാന്ന് ഉപ്പായം വാങ്ങാനല്ലേ? നമ്മുടെ ഇപ്പൊ ക്രിസ്മസും അതേപോലെ നമുക്കൊരു ചെറിയ ക്രിസ്മസ് നാളെയല്ലേ? ക്രിസ്മസ് 25-ന്. നാളെ 25. നാളെയാണ് ക്രിസ്മസ്. അപ്പൊ നമ്മെല്ലാരും കൂടിയിട്ട് ഓണാ ക്രിസ്മസ് ഓണല്ല അതിന് വരുന്നത്. ക്രിസ്മസിന്റെ വെക്കേഷൻ അല്ലേ നിനക്കിപ്പൊ ഉണ്ടായത്? അല്ല, പിള്ളേർക്ക് ക്രിസ്മസ് എന്നുള്ളൊരു തോന്നല് വരുന്ന ഒരു സ്റ്റാർ അങ്ങ് മേടിച്ച് നോക്കണം. നമ്മള് കഴിഞ്ഞ വർഷത്തിന്റെ അപ്പുറത്തെ വർഷമാണെന്ന് തോന്നുന്നല്ലേ നമ്മൾ സ്റ്റാറെല്ലാം മേടിച്ചിട്ട് തൂക്കിയതാണ്. പക്ഷെ ഏതായാലും നമ്മൾ ഇന്ന് എന്തായാലും സ്റ്റാർ ഇപ്പൊ നമുക്ക് സ്റ്റാർ മേടിക്കണം. പിന്നെ നമ്മൾ ഇപ്പൊ എല്ലായിടെയും കണ്ടില്ല ഒരു ചെടിക്ക് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. നമുക്ക് നമ്മൾ തുളസിക്ക് വെക്കാവോ? തുളസി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നാരങ്ങ ഉണ്ട്. അത് കുറെ വർഷം ഒരു കാര്യമില്ല. 4-5 വർഷമായി അതിൽ നാരങ്ങയൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അപ്പൊ നാരങ്ങക്കെല്ലാം വെച്ച് LED ബൾബ് അല്ലേ അത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അച്ഛനും അമ്മയെല്ലാം വരുന്നു പറഞ്ഞിട്ടുണ്ടായിനല്ലേ? അവര് ഇങ്ങോട്ടേക്ക് വരും. ക്രിസ്മസ് ചിലപ്പോ അച്ഛനും അമ്മയെല്ലാം ഇവിടെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നല്ല അടിച്ചു പൊളിക്കാം. കേക്കെല്ലാം മേടിക്കാൻ ഇന്ന് വൈകുന്നേരം വരും എന്നല്ല പറഞ്ഞേ. അതെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ പറ്റുമെങ്കിൽ നമുക്ക് വരുമ്പോ കൂട്ടിയിട്ടേ വരാം. നമ്മളിപ്പം പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഒരു കുടിയലുണ്ട്. ക്രിസ്മസിന്റെ ആയി എല്ലാം കൂടിയിട്ട് നമ്മള് ഡ്രസ് എടുക്കാന്ന് പറഞ്ഞിട്ട്. അതെ, അപ്പൊ ഇവർക്കൊരു ഡ്രസ്സ് എടുക്കാന്ന് പറ്റി. ഇനിയിപ്പം തിരക്കായിരിക്കും. ക്രിസ്മസിന്റെ ഇതാകുമ്പോ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ കൈയെടുക്കട്ടെ. ഇപ്പൊ ഞാൻ അവിടെ തുടച്ചു വെച്ചതാ ഇത്. കൈയെടുക്ക്. അപ്പൊ നമുക്ക് പോവാം മേതൂട്ടി. പോയി നമുക്ക് ആ സാധനം അല്ലറ ചില്ലറ കുറച്ച് സാധനം കൂടെ മണിക്കാനില്ലേ? ഞാനത് മറന്നുപോയി. അത് ചോറ് വെക്കുന്ന കല ഈ ഇൻഡക്ഷനിലെ വെക്കല്. അപ്പൊ അത് നല്ലോണം ചൂടായിട്ട് അന്നറിയില്ല. 2 എണ്ണം ഇല്ല. ഒന്ന് വെള്ളം വെക്കേണ്ടി ചോറ് വെക്കുന്ന എന്തിങ്ങനെ
അപ്പോൾ അത് രണ്ടും മേടിക്കണം. ശ്രീനാഥിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്നായി. അപ്പോൾ നമുക്കെല്ലാം മേടിച്ചിട്ട് വരായിരുന്നു. അപ്പൊ നമ്മൾ തളിപ്പറമ്പിലേക്ക് എടുത്തേക്ക് പോകുന്നു. ഇന്ന് തളിപ്പറമ്പ് പോവാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തളിപ്പറമ്പ് വിശേഷം. ഇന്ന് തളിപ്പറമ്പ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ. അതിൻ്റെ ഇടക്ക് നമ്മളെ അമ്മയും അച്ഛനെയും കൂട്ടാൻ വേണ്ടി പോയി. പിന്നെ രാവിലെ പോയോണ്ട് ഇവരുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ആകെ ഒരു ക്ഷീണം പിടിച്ച അവസ്ഥയിലായിരുന്നു. പിന്നിപ്പം നമ്മളിതാ അമ്മയുടെ ഉണ്ട്. അച്ഛൻ പിന്നെ രാവിലെ എണീച്ചിട്ട് പോയിട്ടാ. അച്ഛന് നിർത്തൂല്ല. ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോൾ വരാന്ന് പറഞ്ഞിട്ടാ പോയത്. നമ്മളെ മേതൂട്ടിന്റെ ഡ്രസ്സ് ക്രിസ്മസ് ആണ്. അപ്പൊ ക്രിസ്മസ് ഡ്രസ്സാണ് ഇത് മേതൂട്ടിന്റെ. എങ്ങനെ മേതൂട്ടി തൊപ്പിയും കൂടി മേതൂട്ടി ആ തൊപ്പിയും കൂടി ഇട്ട് ടോട്ടൽ ക്രിസ്മസ് ആക്കിയ ക്രിസ്മസിന്റെ. അപ്പൊ അമ്മയുടെ ഉണ്ട്. അച്ഛൻ രാവിലെ പോയിട്ടാ. അച്ഛൻ രാവിലെ നരിക്കോട്ടേക്ക് വന്നു. പിന്നെ മണിക്കൂട്ടന് നമ്മളൊരു ഷോർട്സ് പിടിച്ചിട്ട് അപ്പൊ അതിന്റെ ഇടക്കിലെ ഒരു ഡ്രസ്സായത്. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അമ്മക്കും ലീവ്. അമ്മ അങ്കൻവാടി എത്ര ദിവസം ലീവ് ഉണ്ടമ്മേ? ഇന്നൊരു ദിവസം മാത്രം. ഒറ്റ ദിവസം ഇല്ല ലീവ്. ഇന്നലെ വന്നു. നാളെ പോകും രാവിലെ. നാളെ രാവിലെ പോണ്ടമ്മേ. 2-3 ദിവസം നമുക്ക് കഴിഞ്ഞിട്ട് പോയാ പോരെ? അല്ല രാവിലെ പോണം മോനെ. മണിക്കൂട്ടൻ നീ എന്താ കഴിയുന്നത്? എടാ അപ്പൊ ഒന്നും ഉണ്ടാവൂല. എന്നാ പിന്നെ കഷ്ണ എടാ നീ ഇവ നോക്കറാ അമ്മേ അത് പൊട്ടിക്കാൻ പറയല്ല. അയ്യോ മണിക്കൂട്ടൻ എന്നാ പിന്നെ മുടി ഒന്നും ഉണ്ടാവൂലല്ലോ. ഇതാ നമ്മുടെ മേതുട്ടി നല്ല അടിപൊളിയായിട്ട് എന്നാ പറയുന്നത് ഓക്കും അറിയില്ല. എന്തോ ഒരു ട്യൂണിലങ്ങ് പാടുന്നതാണ്. അങ്ങനെ നമ്മള് ഇപ്പോഴത്തേക്കാ പോകുന്നത്. ഇപ്പം നമ്മള് സുവർണനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിളയനോട് ഇന്നലെ നമ്മള് വരുമ്പോ ചോദിച്ചതാണ് വരുന്നോന്നേ. എന്നിട്ട് ഓള് പറഞ്ഞു ഇല്ല വരുന്നില്ല, അച്ഛൻ വിട്ടിട്ടാന്ന് പറഞ്ഞിട്ട് വന്നില്ല. നിളയനെ കൂട്ടിട്ട് വരാന്ന് വെച്ചിരുന്നതാ. അച്ഛൻ വിട്ടിട്ടില്ല. അതെ. അപ്പൊ ആടെ അമ്മുവും കുഞ്ഞലും ഉണ്ടാകുമ്പോ ഓക്ക് ആടെ വെക്കാനാ ഇഷ്ടം. അപ്പൊ ഇന്നലെ അമ്മൂരെ വീട്ടിൽ പോയി. ഇന്നലെ നമ്മൾ പറഞ്ഞാന്ന്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം നിളയനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിന്ന്. അപ്പൊ ഇന്നലെ നമ്മള് കേക്കെല്ലാം മേടിച്ചിട്ടുണ്ട് അതിനെ വരുമ്പോ. അപ്പൊ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് അവരെല്ലാം കൂട്ടി സുവർണയും വരും. അതെ സുവർണയും വരും. അപ്പൊ നമ്മള് ഒരാള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ് നിളയിച്ച് വരട്ട് എന്നിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതാ അതിന് വേണ്ടി ഓള് സെലക്ട് ചെയ്ത കേക്കുവാണേ. അല്ല മേതു നിളയിച്ചിനെ കൂട്ടിട്ട് വരാ. രാവിലെ പറയുന്നുണ്ട് എന്നാ എത്ര വൈകിന്ന് എനിക്കിപ്പോ ഒരു അടിയും തന്നു ഇവള്. എന്താ ഇത്ര വൈകിന്ന് പറഞ്ഞിട്ട് പോവാ നമുക്ക്. ഇപ്പൊ ഒരു കുത്ത് തന്നിട്ട് അച്ഛന് പുറത്ത് സത്യം പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ സുവർണേനെയും നിലയിനെയും കൂട്ടാൻ പോയിന്ന്. അങ്ങനെ നമ്മള് സുവീനെ കൂട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ജിമ്മ് ലീവാണല്ലേ ഇന്ന് ക്രിസ്മസിന്. പക്ഷെ സുവർണക്ക് ലീവില്ല. സുവർണക്ക് മാത്രം ജിമ്മ് മാത്രം. സുവീന്റെ ആത്മാർത്ഥത. സുവി ആത്മാർത്ഥമായിട്ട് പോകുന്ന എന്തോ ഒരു പോലെ അല്ലേ. നമുക്ക് സ്ഥിരം ചെയ്യുമ്പോ ഒരു ദിവസം ലീവാകുമ്പോ ഒരു അവര് രണ്ടാളി കമ്മല് സെയിം ആണ്. എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അതാ സുമേമേരിയതും നിങ്ങള് 3 പേരും സെയിം ആയല്ലേ. അത് ഊരാൻ പറ്റാത്തോണ്ട് അവിടെ വെച്ചതാണ്. അധികം ഒട്ടി ഉണ്ടാവില്ല ചെയ്യില്ലല്ലോ. ഇനിയിപ്പൊ നമ്മള് നേരെ അച്ഛനെയും കിച്ചുവിനെയും കൂട്ടാൻ വേണ്ടിട്ട് പോവേനെ. മേതൂട്ടി ഹാപ്പി ആയില്ലേ? ഇന്നലെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇന്നെ വിടാത്തോണ്ടല്ലേ. ഇന്നലെ നീലുവിന്റെ അച്ഛൻ വിട്ടിട്ടില്ല. ഇന്നലെ നമ്മള് പറഞ്ഞു നീലുവിന്റെ അച്ഛൻ വിട്ടിട്ട്. കുറച്ച് നേരത്തെ പറയണേ കളിക്കാൻ പോയതല്ലേ. അല്ലെങ്കിൽ നമ്മള് അതല്ലേ നമ്മൾ ഇന്നലെ ഇവളെ നേരെ കൂട്ടാഴ്ചിട്ട് തന്നെയാണ് അതേ വണ്ടിയിൽ. അല്ലെങ്കിൽ അവന്നല്ല റോഷേട്ടൻ വിട്ടിട്ടാ. റോഷേട്ടൻ വിട്ടില്ല. റോഷേട്ടൻ വിട്ടില്ല. ഇന്നലെ പെട്ടെന്ന് താഴെ കളിക്കാൻ വിട്ടതല്ലേ. പിന്നെ പെട്ടെന്ന് അപ്പൊ എന്നാ പറയുന്നത് വിഷയം പറയുന്നത് സുവി?
ഒരു ചിക്കനും വറ്റാൻ വേണ്ടി കാത്തു നിൽക്കുന്നു വരട്ടാൻ വേണ്ടിട്ട്. സമയം 4 മണി. ഇന്ന് പിന്നെ നമ്മ വരുമ്പോ ചിക്കൻ വാങ്ങിയിട്ടായി. അപ്പൊ കൂട്ടിയിട്ട് വരുമ്പോ മേടിച്ചു. എനിക്ക് സീനായിട്ട് പറഞ്ഞ എപ്പോഴും എന്റെ അല്ലേ, എനിക്ക് ഇതിന്റെ ചിക്കൻ കറി വേണം. ഇന്ന് സുവീരെ ചിക്കൻ കറി മതി. എനിക്ക് സുവി ചിക്കൻ കറി വെച്ചു. ഇന്ന് സുവീന്റെ ചിക്കൻ കറി. അല്ല എല്ലാ ദിവസവും പ്രിയന്റെ ആണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ടേസ്റ്റ് അറിയാം. ഇന്ന് വ്യത്യസ്തമായിട്ട് ഇന്നാണ് സുവി നിന്റെ സ്പെഷ്യൽ എന്നായിട്ട് വേഗം കൊണ്ടതുകൊണ്ട് വേഗം കൊണ്ടുവന്നേ മേടിച്ചിട്ട് കൊണ്ടുവന്നില്ല. അപ്പൊ എന്നിട്ട് കുക്കറിൽ ചിക്കൻ വേവിച്ചു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു വേവിക്കാൻ അമ്മേനായിരുന്നു കൂടുതൽ വെള്ളം വെച്ചിരുന്നു കുറച്ച്. അപ്പൊ ഈ ചിക്കനെയും കൂടി വെള്ളം ഇറങ്ങിയില്ലേ. ഇത് സുബീന്റെ സ്പെഷ്യൽ ചാനലുണ്ട്, കുക്കിംഗ് ചാനലിന്റെ വെറൈറ്റി ആയിട്ട് വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇടുന്നത്. അത് അമ്മ പറയുന്നത്. സുവർണ റഷ്യൻ എന്ന് പറഞ്ഞ പുതിയ ചാനലുണ്ട്. അപ്പൊ അതിൽ എല്ലാവിധ കുക്കിംഗ് ചാനൽ അമ്മയാണ് അതിൽ ഫുള്ള് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അമ്മ നിന്റെ അസിസ്റ്റന്റ്. പിന്നെ അല്ല കഴിച്ച് സഹായിക്കുന്ന ഇട്ടുണ്ട് ഇടാ അല്ല ടേസ്റ്റർ എന്നാ പറയല്, ടേസ്റ്റർ. ആ ടേസ്റ്റ് നോക്കി പറയുന്നവരുന്നു. അതല്ലേ. അപ്പൊ ഇത് നമുക്ക് എല്ലാവരുടെ കാത്ത് നിൽക്കുവായിരുന്നു. സുവർണേന്റെ ഇന്നത്തെ കറി ഇങ്ങനെ ആയിട്ട് വേണം നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിട്ട്. വിശന്നിട്ട് ഇവിടെ 3 മണി ആയിട്ടാ. 3 മണി വരെ സുവർണേന്റെ ചിക്കൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി എല്ലാവർക്കും ഫുഡ് കഴിക്കാം. വേഗം 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 പരിപാടി എടുത്തോ. ഇന്ന് ആവണോ? കുക്കർ ചതിച്ചു അല്ലേ? മരക്കുട്ട വീണിട്ട് ഇതിന്റെ കാലിന് വേണ്ടട്ടാ. ഇത് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടേ. 2 ആള് കൂടിയിട്ട് ഇന്ന് ഡാൻസ് പ്രാക്ടീസാണ്. ആർക്കും ഒന്നും പറയാൻ നേരമില്ല, കാരണം വിശന്നിക്ക് അത്രയും അങ്ങ് എത്തി. അതുകൊണ്ട് ഇനിയിപ്പം വേഗം നമുക്ക് ഭക്ഷണം. എങ്ങനെയുണ്ട് സുവർണന്റെ ചിക്കൻ കറി? എരിവുണ്ട്, നല്ലത്. കാര്യാക്കിട്ട് കാണണം. വരട്ടുമ്പോ എരിവ് വേണം. ഇത് മസാല നല്ല ഇതോട്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുകയും ചെയ്യില്ല അല്ലേ കിച്ചൂട്ടാ? കോൺസെൻട്രേഷൻ. ഈ കാലത്തെ ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പാ. എത്ര നേരായിന്നറിയ ഇത് മുറിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുന്നേ. മുറിച്ചോ? ഇത് ബർത്ത്ഡേക്ക് ഇതുപോലെ ആയല്ല, ശരിക്കും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ആയല്ല. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കിട്ടുന്നില്ലേ? അമ്മ മുറിച്ചേരാ. മേതു പറഞ്ഞിട്ട് ഈ കേക്ക് മേടിച്ചിന്. എങ്ങനെയുണ്ട് മേതു? പ്ലം കേക്ക് മേടിക്കാനാണ് നിന്നത്. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് പ്ലം വേണ്ടാവും. ഞാൻ മുറിച്ചെടുക്കാം. അമ്മേന്റെ വാക്ക് മാനിച്ചുകൊണ്ട് നമ്മള് മറ്റേ ക്രീം കേക്കാന്ന് കൊണ്ടുവന്നിട്ടില്ലേ? പ്ലം ഒന്ന് എടുത്തിന് നമ്മളെവിടെ എത്തി സീനാട്ടാ? നമ്മളിപ്പം കാരക്കുണ്ടിലേക്ക്, നമ്മളെ വിശാലമായ സ്ഥലങ്ങളിലേക്ക് എത്തി. ഇന്ന് സുവർണേനെയും കൂടിയിട്ടാ വന്നിന്. സുവീരെ പേജ് കയറി കണ്ടാ തിരിയും. കൊറേ അല്ലേ 3-4 പിടിച്ചിട്ടുണ്ടല്ലോ സുവി. ഒരു ബ്ലോഗ് പിടിക്കുമ്പോ സുവർണ ഒരു 5-6 കഷ്ണങ്ങളായിട്ട് എടുത്തു. നമ്മള് പിടിക്കാൻ തുടങ്ങുന്ന എത്രേ? എല്ലാ ദിവസവും ഇങ്ങനെ ബ്ലോഗ് ഇടാൻ എല്ലാ ദിവസവും പണിയെടുക്കാൻ പറ്റൂല. ഇന്നൊരു 5 എണ്ണം ഒരുമിച്ച് പിടിച്ചു വെച്ചു. അല്ല സുവി, എനിക്ക് 4 ദിവസം റെസ്റ്റും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതെ, ഒന്നാമത് ഒരു നമുക്ക് കൊടുക്കായിരുന്നു അല്ലേ സുവി? സുവിയോട് പറയായിരുന്നു ചായയും കടിയെല്ലാം ആക്കാൻ. ചോറ് വെക്കണ്ടെന്നാണ്
നമുക്ക് ഇവിടെ തട്ടുകടാവണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടാ നമ്മള് വരുമ്പോ അപ്പുറത്ത് പായസാന്തോ കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ പാത്രം കൃത്യമായിട്ട് കഴിയില്ല. അത് അവിടെ വെച്ചിട്ടാ അളിയന്റെ വിളി വന്നു, രാത്രി എന്താണ് ഫുഡ് അല്ല തട്ടുകട തുടങ്ങിയിട്ട് പിന്നെ കസ്റ്റമർ ആയിരിക്കും ചായ അടിക്കണം. അല്ല റോഷാട്ടിന് ഇനിയിപ്പൊ രാവിലത്തെ പാത്രം പണിക്ക് വെച്ച് കഴുകുന്നുണ്ട്. ആ ഇവളാന്ന് ഇനി ചായക്കട അടുത്തുണ്ട്. കഴുകുന്നതിന്റെ ആവശ്യമൊന്നുമില്ല, അവരെ പണ്ടേ പഠിച്ച എല്ലാവർക്കും മനസ്സിലായി. ഇനി അധികം നേരം നിന്നാ റോഷാട്ടിനെ നമുക്കിനി ഏതായാലും വീട്ടിലേക്ക് വിടാം. ഓക്കെ പോലെ തിന്നത്തെ പ്ലേറ്റ് വരെ കഴുകാത്ത ടീമല്ല. പറഞ്ഞോ. ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങള് മനസ്സിലാക്കണം ഇതെല്ലാം. വെള്ളിയും വെള്ളി ഇട്ടിട്ട് ഉള്ളു വെള്ളയാന്ന് വിചാരിക്കണ്ടല്ലോ. വെള്ള ഷർട്ടിട്ട് മൊത്തത്തില് വെള്ളയാന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു ചിരിയില് സ്വഭാവം മനസ്സിലാവൂല. നമ്മളെല്ലാം അവരവര് തിന്ന പ്ലേറ്റ് കഴുകി വെക്കും, അതെല്ലാം ചെയ്യണ്ടേ? ചെയ്യണം. ഇപ്പത്തെ കാലത്ത് ശ്രീനാട്ടിനൊക്കെ നിന്നെ ഇവിടെ ഇറക്കി വിടണോ വീട്ടിലിറക്കണോന്ന് ഇത്രയും പറഞ്ഞോണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കരോള് വരലല്ലേ. ഇപ്പൊ മണിക്കൂട്ടൻ ഇപ്പൊ കുഞ്ഞുകിട്ടാന്റെ കടയിൽ പോയാലും ചോദിച്ചതേ ഇല്ലു എന്താ വരാത്തെന്ന്. അതാ വരുന്ന മണിക്കൂട്ട വരുന്ന ക്രിസ്മസ് പൂവ് വരുന്ന